Hello students, welcome back. It's Lakshmi's Learning app. Welcome back students, let's keep learning. So today we are going to look at the Malayalam explanation of class 6 and Indian American Women in Space Kalpana Chawla unit 4 first chapter ആണ്. അതിൻ്റെ Malayalam explanation I am giving now. അതിൻ്റെ ബാക്കിലുള്ള questions and answers I will be posting in the coming videos. Okay. ഇനി നമുക്ക് യൂണിറ്റ് 4 ആൻഡ് ഇന്ത്യൻ അമേരിക്കൻ വുമൻ സ്പേസിന് ആ ഒരു തൊട്ട് മുമ്പായിട്ട് ബിഫോർ യു റീഡ് എന്ന് പറഞ്ഞൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ചാപ്റ്റർ വായിക്കുന്നതിന് മുമ്പ് ആ പാരഗ്രാഫ് വായിച്ചിരിക്കുന്നതാണ് ടെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഇൻ 1997 an Indian American Kalpana Chawla was part of the international crew aboard the US space shuttle Columbia, becoming the first woman born in India to go to space. Sadly, the second mission in Columbia ended in tragedy. In 1997 an Indian American Kalpana Chawla, Indian American എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലായിരുന്നു കൽപ്പന ചൗള ജനിച്ചത്, എന്നാൽ അമേരിക്കയിലുള്ള ഒരാളെയാണ് വിവാഹം കഴിച്ചത്. ഓക്കെ, സോ an Indian American Kalpana Chawla was part of the international crew aboard the US space shuttle. വാസ് പാർട്ട് ഓഫ് ദി ഇൻ്റർനാഷണൽ ആയിട്ട് ഒരു സംഘം സ്പേസിലേക്ക് പോകുന്നുണ്ടായിരുന്നു. US സ്പേസ് ഷട്ടിൽ കൊളംബിയയിൽ നിന്ന് വിക്ഷേപിക്കപ്പെടുന്ന US സ്പേസ് ഷട്ടിലിൽ കയറി സ്പേസിലേക്ക് പോകുന്ന ഇൻ്റർനാഷണൽ ക്രൂ 7 സംഘം അടങ്ങുന്ന ഇൻ്റർനാഷണൽ ക്രൂവിൽ ഒരു പാർട്ടായിരുന്നു, ഒരു ആളൂടായിരുന്നു. ആ ഒരു 7 മെമ്പർ ക്രൂവിൽ 7th മെമ്പറായിരുന്നു കൽപ്പന ചൗള. ഓക്കെ, ബിക്കമിങ് ദ ഫസ്റ്റ് വുമൺ ബോൺ ഇൻ ഇന്ത്യ ടു ഗോ ടു സ്പേസ്. കൽപ്പന ചൗള ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഇന്ത്യൻ വുമൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ജനിച്ച ഒരു സ്ത്രീ എന്ന നിലയിൽ അവരായിരുന്നു ആദ്യമായി സ്പേസിൽ ചെന്നത്. ഓക്കെ, സ്പേസിൽ പോയത് ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ സ്ത്രീ പോയത് അവരായിരുന്നു. ഓക്കെ, സാഡ്ലി ദ സെക്കൻഡ് മിഷൻ ഇൻ കൊളംബിയ എൻഡഡ് ഇൻ ട്രാജഡി. സങ്കടത്തോടു കൂടി രണ്ടാമത്തെ മിഷൻ, ഫസ്റ്റ് മിഷനിൽ അവർ വിജയിക്കുകയും രണ്ടാമത്തെ മിഷനിൽ അവർ വിച്ച് എൻഡഡ് ഇൻ ട്രാജഡി, കൊളംബിയയിലുള്ള രണ്ടാമത്തെ മിഷനിൽ അവർ ആ ഒരു ദുരന്തത്തിൽ ഏർപ്പെട്ട് ആ ഒരു ഫ്ലൈറ്റ് പൊട്ടിത്തെറിച്ച് പോവുകയാണ് ഉണ്ടായത്. ആൻ ഇന്ത്യൻ അമേരിക്കൻ വുമൺ ഇൻ സ്പേസ് കൽപ്പന ചൗള. സോ പേജ് നമ്പർ 46, ഹണിസർക്കിൾ എ ന്യൂസ് റിപ്പോർട്ട്. ഒരു ന്യൂസ് റിപ്പോർട്ട്, ഒരു പത്രപ്രവർത്തകൻ്റെ ലേഖനമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ആ ഒരു ട്രാജഡി, ആ ദുരന്തം നടന്നു കഴിഞ്ഞിട്ട് ഒരു പത്രത്തിൽ, ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ടെക്സ്റ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് വേണ്ടി. എ ട്രാജഡി ഇൻ സ്പേസ്, US സ്പേസ് ഷട്ടിൽ കൊളംബിയ ബ്രേക്സ് ഇൻ ടു ഫ്ലെയിംസ്. സ്പേസിൽ നടന്നൊരു ദുരന്തമായിരുന്നു. US സ്പേസ് ഷട്ടിൽ കൊളംബിയ കത്തിക്കരിഞ്ഞ് പോകുന്ന ഉദ്ദേശിക്കുന്നത്. ബ്രേക്സ് ഇൻ ടു ഫ്ലെയിംസ്. ആ ഒരു ഫ്ലെയിംസ് ഭൂമിയിലേക്ക് വന്ന് പതിക്കാനുണ്ടായത്. അതിൻ്റെ ഓരോരോ പാളികൾ വീതം ഭൂമിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു സ്പേസ് ഷട്ടിലിൻ്റെ. In an unprecedented space tragedy, US space shuttle Columbia carrying India-born American astronaut Kalpana Chawla and 6 others broke apart in flames as it streaked over Texas towards its landing strip. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു ദുരന്തത്തിൽ US സ്പേസ് ഷട്ടിൽ കൊളംബിയയിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ട US സ്പേസ് ഷട്ടിൽ ക്യാരിയിങ്, അവർ US സ്പേസ് ഷട്ടിൽ കൊണ്ടുപോയത് ഇന്ത്യ ബോൺ അമേരിക്കൻ ആസ്ട്രോനോട്ട്, ഇന്ത്യയിൽ ജനിച്ച അമേരിക്കൻ ആയിട്ടുള്ള ആസ്ട്രോനോട്ട് കൽപ്പന ചൗളേനെയും 6 പേരെയും കൂടെ ചേർന്ന് കൊണ്ടുപോയ US സ്പേസ് ഷട്ടിൽ എന്ന് പറയുന്ന ഈ കൊളംബിയയിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ട സ്പേസ് ഫ്ലൈറ്റ് ബ്രോക്ക് അപ്പാർട്ട് ഇൻ ഫ്ലെയിംസ്, കത്തിക്കരിഞ്ഞു പോയി സ്പേസിൽ വെച്ച് തന്നെ. ആസ് സ്ട്രീക്ഡ് ഓവർ ടെക്സസ് ടുവേർഡ്സ് ഇറ്റ്സ് ലാൻഡിംഗ് സ്ട്രിപ്പ്, ഭൂമിയിലേക്ക് വന്ന് അത് ലാൻഡ് ചെയ്യാനായപ്പോഴത്തേക്കും അത് പൊട്ടിത്തെറിച്ച് പോവുകയാണ് ഉണ്ടായത്. On Saturday, 1st February 2003 ശനിയാഴ്ചയായിരുന്നു അത് നടന്നത്. ഓക്കെ, കില്ലിംഗ് ഓൾ 7 ഓൺ ബോർഡ്, എല്ലാവരെയും 7 പേരും മരിക്കാനുണ്ടായത് ആ ദുരന്തത്തിൽ. ഓക്കെ, ദ ഷട്ടിൽ ലോസ് കോണ്ടാക്ട് വിത്ത് നാസ അറ്റ് അബൌട്ട് 9 AM. 9 മണി ആയതോടുകൂടി ഈ ഒരു ഷട്ടിലിന്, ഈ ഒരു സ്പേസ് ഫ്ലൈറ്റിന് നാസയിൽ നിന്നുള്ള കോണ്ടാക്ട് നഷ്ടപ്പെട്ടു. കോണ്ടാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്ത് സ്പേസിൽ കൂടെ പോകുന്നത് ആ ഒരു സ്പേസ് ഫ്ലൈറ്റ്. അപ്പോൾ ആ ഒരു കോണ്ടാക്ട് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അവരുടെ ഹെഡ്സെറ്റിൻ്റെ കോണ്ടാക്ട് നഷ്ടപ്പെട്ടു. ആസ് ഇറ്റ് കെയിം ഇൻ ഫോർ ലാൻഡിങ്, ഇവർ ഈ ഭൂമിയോടടുത്ത് വന്ന് ലാൻഡ് ചെയ്യാറായപ്പോഴത്തേക്കാണ് ഈ ഒരു കണക്ഷൻ നഷ്ടപ്പെടുന്നത്. ഇറ്റ് വാസ് ഫ്ലൈയിങ് അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ഓവർ 2 lakh feet and traveling at over 20,000 kilometer. ഇതെന്ന് പറയുന്നത് ഒരു ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ്?
യെസ്, ഒരു ഹൈനസ് എന്ന് പറയുന്നത് ഒരു പൊക്കത്തിൽ ഒരു 2 lakh feet ആയിരുന്നു. പിന്നെ ട്രാവലിംഗ് 20,000 കിലോമീറ്റർ, 20,000 കിലോമീറ്റർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അത്. സോ പെർ അവർ വെൻ ദ ഗ്രൗണ്ട് കൺട്രോൾ ലോസ് കോണ്ടാക്ട് വിത്ത് ദ ഷട്ടിൽ, ഗ്രൗണ്ട് എന്ന് വെച്ചാൽ താഴെ നിന്ന് കോണ്ടാക്റ്റ് നഷ്ടപ്പെട്ടപ്പോൾ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഷട്ടിലിന് നാസിമയിൽ കോണ്ടാക്റ്റ് നഷ്ടപ്പെട്ടിരുന്നു. Columbia had lifted off on 16 January 2003 from the Kennedy Space Center, Florida. ഈ ഒരു കൊളംബിയ എന്ന് പറയുന്ന സ്പേസ് ഫ്ലൈറ്റ് കൊളംബിയ ഹാസ് ലിഫ്റ്റഡ് ഓഫ്. ഈ കൊളംബിയ സ്പേസ് ഫ്ലൈറ്റ് എവിടെ നിന്നാണ് വിക്ഷേപിക്കപ്പെട്ടത്? US സ്പേസ് ഷട്ടിൽ കൊളംബിയ എന്ന് പറയുന്ന സ്പേസ് ഷട്ടിൽ എവിടെ നിന്ന് വിക്ഷേപിക്കപ്പെട്ടു? ഫ്രം ദ കെനഡി സ്പേസ് സെൻറ്റർ ഫ്ലോറിഡയിൽ നിന്നാണ് ഈ കൊളംബിയ എന്ന് പറയുന്ന സ്പേസ് ഫ്ലൈറ്റ് വിക്ഷേപിക്കപ്പെട്ടത്. ഓക്കെ, ഓൺ 16 January 2003, 16 ജനുവരി 2003 ഇത് വിക്ഷേപിക്കപ്പെടുന്നത്. അവർ തിരിച്ചു വന്നിട്ട് അതൊരു പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാകുന്നതാണ്? 1 February 2003, ഫെബ്രുവരിയിലെ ആദ്യത്തെ ദിവസം 2003 സാറ്റർഡേ ആയിരുന്നു അവർ വിക്ഷേപണം നടന്നിട്ട് തിരിച്ചു വന്നപ്പോൾ അവർക്ക് ദുരന്തം ഉണ്ടായി, അവർ മരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഹാഡ് സ്റ്റേഡ് ഇൻ ഓർബിറ്റ് ഫോർ 16 days. അവർ ഓർബിറ്റിൽ നിന്നത് 16 ദിവസവും. ആൻഡ് 7-member ക്രൂ കണ്ടക്റ്റഡ് 80 experiments. ഈ ഒരു 7-member ക്രൂ, ഈ 7 അംഗ സംഘം 80 എക്സ്പെരിമെൻറ്റ്സും നടത്തി ഈ ഒരു സ്പേസിൽ. ബിഫോർ ഇറ്റ് ബിഗാൻ ഇറ്റ്സ് ഡൗൺവേർഡ് ജേർണി. താഴേക്ക് ഈ ഒരു സ്പേസ് ഫ്ലൈറ്റ് പതിക്കുന്നതിന് മുമ്പ് അവർ ഇത്ര എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിരുന്നു. ഓക്കെ, വിച്ച് എൻഡഡ് ഇൻ ട്രാജഡി. താഴേക്ക് വരുമ്പോഴായിരുന്നു അത് ട്രാജഡിയിലേക്ക് ആയത്, ഒരു ദുരന്തം ഉണ്ടായത്. ഓക്കെ, ദിസ് വാസ് കൊളംബിയാസ് 28th സ്പേസ് ഫ്ലൈറ്റ് ആൻഡ് ദ ഷട്ടിൽ വാസ് സെറ്റ് ടു ബി ഗുഡ് ഫോർ 100 flights. ഇത് കൊളംബിയയുടെ 28ാമത്തെ സ്പേസ് ഫ്ലൈറ്റ് ആയിരുന്നു. ഈ ഒരു സ്പേസ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 100 എയ്റോപ്ലെയിനുകൾക്ക് തുല്യമായിരുന്നു നിർമ്മിച്ചിരുന്നത്. ഓക്കെ, അത്ര നല്ലതായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അത് താഴേക്ക് വധിക്കാറായപ്പോഴത്തേക്കും പൊട്ടിപ്പോവുകയാണ് ഉണ്ടായത്. സോ ലെറ്റ്സ് റീഡ് ദ ഡൗൺവേർഡ് പാർട്ട് ഓഫ് ദിസ് ന്യൂസ് റിപ്പോർട്ട്. Kalpana Chawla said that she never dreamed as a child in Cornell that she would cross the frontiers of space. കൽപ്പന ചൗള പറഞ്ഞിരുന്നത് ഒരിക്കലും അവൾ ആഗ്രഹിച്ചിരുന്നതേയില്ല ആസ് എ ചൈൽഡ് ഇൻ കർണൽ. കർണൽ എന്ന് പറയുന്നത് ഹരിയാന എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു സ്റ്റേറ്റിലെ ഡിസ്ട്രിക്റ്റാണ് കർണൽ. ഈ കർണലിലുള്ള ഈ ഒരു ചൈൽഡ്, ഓക്കെ, ഈ കൽപ്പന ചൗള എന്ന് പറയുന്ന ഈ ഒരു കുട്ടി ഒരിക്കലും ഫ്രോണ്ടിയേഴ്സ് ഓഫ് സ്പേസിൽ ചെല്ലുമെന്ന് അവിടെ ആ ഒരു സ്പേസ് അവർക്ക് കാണാൻ പറ്റുമെന്ന് ഒന്നും കരുതിയിരുന്നില്ല. ഇറ്റ് വാസ് ഇനഫ് ദാറ്റ് ഹെർ പാരൻസ് അലൗഡ് ഹെർ ടു അറ്റൻഡ് എഞ്ചിനീയറിംഗ് കോളേജ് ആഫ്റ്റർ ഷി ഗ്രാജുവേറ്റഡ് ഫ്രം ടാഗോർ സ്കൂൾ. അവളുടെ പേരൻസ് എപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്തിരുന്ന 2 പേരായിരുന്നു. അവർ എന്താണ് ചെയ്തിരുന്നത്? അവർ പറഞ്ഞു ടാഗോർ സ്കൂളിൽ നിന്ന് അവളുടെ ഗ്രാജുവേഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവൾക്ക് എഞ്ചിനീയറിംഗ് കോളേജ് അറ്റൻഡ് ചെയ്യാനുള്ള പെർമിഷൻ അവർ കൊടുത്തു. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ആഫ്റ്റർ എ ബാച്ചുലർ ഓഫ് സയൻസ് ഡിഗ്രി എടുത്ത് കഴിഞ്ഞിട്ട് ഇൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, സയൻസ് ഡിഗ്രി എന്തിലാണ് എടുത്തത്? സയൻസ് ഡിഗ്രി, ബാച്ചുലർ ഓഫ് സയൻസ് ഡിഗ്രി ഇൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിലായിരുന്നു സയൻസ് ഡിഗ്രി എടുത്തത്. എഗെയിൻസ്റ്റ് ഗ്രേറ്റ് ഒപ്പോസിഷൻ ഫ്രം ഹെർ ഫാദർ. ഒപ്പോസിഷൻ എന്ന് വെച്ചാൽ അവളുടെ അച്ഛൻ പറഞ്ഞു നീ പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് അവൾ പോകണ്ടാത്തത്? ഷീ വെൻറ്റ് ഫോർ മാസ്റ്റേഴ്സ് ഡിഗ്രി ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ബാച്ചുലർ ഓഫ് ഡിഗ്രി എടുത്തു കഴിഞ്ഞപ്പം അവൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക USA പോയി എടുക്കണമെന്ന് അവൾ പറഞ്ഞപ്പോൾ അവളുടെ അച്ഛൻ പറഞ്ഞു അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അവൾ താഴ്ത്തിക്കളയുകയായിരുന്നു. അവൾ നീ അവിടെ പോകണ്ട, നിനക്ക് അതിൻ്റെ ആവശ്യമില്ല, ഇപ്പം തന്നെ ഇത്രയും പഠിച്ചില്ല എന്നൊക്കെ ചോദിച്ച് അവളെ വഴി മാറ്റി കളയാൻ ചോദിച്ചു. പക്ഷെ അവൾ അത് സമ്മതിക്കാതെ അവൾ പോവുകയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലേക്ക്. ഷി ലേറ്റർ ലേൺഡ് ഹെർ PhD ഇൻ എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ PhD എടുത്തു. കൽപ്പന ചൗള വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ അമേരിക്കൻ വുമൺ ആസ്ട്രോനോട്ട് ടു ബ്ലാസ്റ്റ് ഓഫ് ഫ്രം ദ ലോഞ്ച് പാഡ് അറ്റ് കേപ്പ് കാനവെറൽ, ഫ്ലോറിഡ. കേപ്പ് കാനവെറൽ എന്ന് പറയുന്ന ഫ്ലോറിഡയുള്ള സ്ഥലത്ത് നിന്ന് സ്പേസ് ഫ്ലൈറ്റ് വിക്ഷേപിക്കപ്പെട്ടപ്പോൾ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വെൻ ടു ദ സ്പേസ് വാസ് കൽപ്പന ചൗള ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ എ സക്സസ്ഫുൾ മിഷൻ ഇൻ സ്പേസ്. ഫസ്റ്റ് മിഷൻ സക്സസ്ഫുൾ ആണ്. സെക്കൻഡ് മിഷനിലാണ് ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നത്. ഒരു സക്സസ്ഫുൾ മിഷനിൽ പാർട്ടി ചെയ്യുമ്പോഴത്തേക്ക് അവൾക്കുള്ള പേടിയെല്ലാം അങ്ങ് പോയി കിട്ടി. ഹിയർ ഫാമിലി ഫ്രം ഇന്ത്യ ചിയേർഡ് അലോങ് വിത്ത് സ്റ്റാഫ് അറ്റ് ദ കെനഡി സ്പേസ് സെൻറ്റർ ആസ് ദേ വാച്ച് ദ കൊളംബിയ ലിഫ്റ്റ് ഓഫ്.
അവളുടെ കുടുംബവും അതുപോലെ തന്നെ അവളുടെ സ്റ്റാഫ്, അവിടെ കൂടെ വർക്ക് ചെയ്തിരുന്ന കെനഡി സ്പേസ് സെൻറ്ററിലുള്ളവരും അവളെ നല്ലോണം തന്നെ കോൺഫിഡൻസ് കൊടുക്കുകയും യു ക്യാൻ ഡൂ ഇറ്റ് എന്ന് പറയുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ അവൾക്ക് അപ്പോൾ പേടിയില്ലായിരുന്നു. ഓക്കെ. കൽപ്പന വാസ് ബോൺ ഇൻ കർണൽ. കൽപ്പന ജനിച്ചത് കർണലിലാണ്, ഹരിയാനയിലാണ്. ബട്ട് വാസ് എ നാച്ചുറലൈസ്ഡ് US സിറ്റിസൺ, മാരീഡ് ടു ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ ജീൻ പിയർ ഹാരിസൺ. ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറായിട്ടുള്ള ജീൻ പിയർ ഹാരിസൺ എന്ന് പറയുന്ന ആളെയാണ് അവൾ കല്യാണം കഴിച്ചത്. ബിസൈഡ്സ് ബീങ് ആൻ ആസ്ട്രോനോട്ട്, ഷി വാസ് ലൈസൻസ് ടു ഫ്ലൈ സിംഗിൾ ആൻഡ് മൾട്ടി എൻജിൻ ലാൻഡ് പ്ലെയിൻസ്. അവൾ ആസ്ട്രോനോട്ട് ആയിരിക്കെ തന്നെ അവൾക്ക് എന്തിനൊക്കെയുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു? ടു ഫ്ലൈ സിംഗിൾ ആൻഡ് മൾട്ടി എൻജിൻ ലാൻഡ് പ്ലെയിൻസ്, ലാൻഡിൽ കൂടെ ഓടുന്ന സിംഗിളും മൾട്ടി എൻജിനുമായിട്ടുള്ള ലാൻഡ് പ്ലെയിൻസ് ഓടിക്കാനുള്ള ഒരു അവസരം, ലൈസൻസ് അവൾക്കുണ്ടായിരുന്നു. സിംഗിൾ എൻജിൻ സീ പ്ലെയിൻസ്, ഒരൊറ്റ എൻജിനുള്ള സീ പ്ലെയിൻ ആൻഡ് ഗ്ലൈഡേഴ്സ്. ഗ്ലൈഡേഴ്സ് എന്ന് പറയുന്നത് ഈ എയ്റോപ്ലെയിൻ പോലെ തന്നെ നിൽക്കുന്ന സാധനമാണ്. ഷി വാസ് ഓൾസോ എ സർട്ടിഫൈഡ് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ. സർട്ടിഫൈഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ കൂടിയാണ് അവൾ. ആഫ്റ്റർ ക്വാളിഫൈങ് ആസ് എ പൈലറ്റ്, കൽപ്പന ബിഗാൻ ടു കൺസിഡർ അനദർ ചാലഞ്ച്. പൈലറ്റൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇനി കൽപ്പനയ്ക്ക് വേറൊരു ആഗ്രഹവും കൂടെ വന്നു മനസ്സിൽ. എന്താണ്? അപ്ലൈയിങ് ടു നാസ സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം. സ്പേസ് ഷട്ടിൽ നാസ കണ്ടക്ട് ചെയ്ത സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമിന് അവിടെ ഒരു ആപ്ലിക്കേഷൻ വെച്ചു. ഷി വാസ് ഫസ്റ്റ് ഹയർഡ് ആസ് എ റിസർച്ച് സയൻറ്റിസ്റ്റ് അറ്റ് നാസ. ആദ്യമേ അവളെ ഒരു റിസർച്ച് സയൻറ്റിസ്റ്റ് ആയിട്ടാണ് നാസയിലേക്ക് അവൾ വരുന്നത്. ആദ്യമേ റിസർച്ച് സയൻറ്റിസ്റ്റ് ആയിട്ട് വന്നു. ഇൻ 1994 ഷി വാസ് സെലക്റ്റഡ് ബൈ നാസ ഫോർ ട്രെയിനിങ് ആസ് എൻ ആസ്ട്രോനോട്ട്. നാസ അവളെ 1994 ഒരു ആസ്ട്രോനോട്ട് ആക്കാനുള്ള ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്തു. വെൻ ആസ്ക്ഡ് it was like being a woman in her field, she replied. അപ്പം ഈ പത്രക്കാരൊക്കെ ചോദിക്കുകയാണ്, നിങ്ങളൊരു പെൺകുട്ടിയല്ലേ, അപ്പോൾ അങ്ങനെ ഒരു ഫീൽഡിൽ നിൽക്കാൻ പറ്റുമോ, ആസ്ട്രോനോട്ട് ആവാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ കൽപ്പന ചൗള റിപ്ലൈ ചെയ്തായിരുന്നു, I really never ever thought while pursuing my studies or doing anything else that I was a woman or a person from a small city or a different country. I pretty much had my dreams like anyone else and I followed them. And people who were around me fortunately always encouraged me and said, if that's what you want to do, carry on. സോ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ കൽപ്പന ചൗള റിപ്ലൈ കൊടുത്തതാണ്, ഐ റിയലി നെവർ എവർ തോട്ട് വൈൽ പർസ്യൂയിങ് മൈ സ്റ്റഡീസ് ഓർ ഡൂയിങ് എനിത്തിങ് എൽസ്. ഞാൻ എന്ത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ദാറ്റ് ഐ വാസ് എ വുമൺ, ഞാനൊരു പെണ്ണാണെന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഒരു പേഴ്സൺ ഫ്രം എ സ്മോൾ സിറ്റി, ഞാനൊരു കുഞ്ഞു സിറ്റിയിൽ നിന്ന് വന്നതാണെന്ന് ചിന്തിച്ചിരുന്നില്ല. ഒരു ഡിഫറെൻറ്റ് കൺട്രി, അവളിപ്പോൾ US-ലാണുള്ളത്, ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഞാൻ വേറൊരു കൺട്രിയിൽ നിന്ന് വന്ന ഒരാളാണെന്ന് ചിന്തിച്ചിരുന്നില്ല. ഐ പ്രിറ്റി മച്ച് ഹാഡ് മൈ ഡ്രീംസ് ലൈക്ക് എനിവൺ എൽസ് ആൻഡ് ഐ ഫോളോഡ് ദം. എനിക്ക് എൻ്റേതായ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, എല്ലാവരെയും പോലെ ഞാൻ അതിനെ തന്നെ ഫോളോ ചെയ്യുകയാണ്, പിന്തുടരുകയാണ് ചെയ്തത്. ആൻഡ് പീപ്പിൾ ഹു വെർ അറൗണ്ട് മീ ഫോർച്യുനേറ്റ്ലി ഓൾവേസ് എൻകറേജ് മീ ആൻഡ് സെഡ്, ഇഫ് ദാറ്റ്സ് വാട്ട് യു വാണ്ട് ടു ഡു, ക്യാരി ഓൺ. എൻ്റെ പുറകിൽ നിന്ന് ഇത് പീപ്പിൾ ഹു വെർ അറൗണ്ട് മീ, എൻ്റെ കൂടെ നിന്ന ആളുകളെല്ലാം എന്നെ എപ്പോഴും എൻകറേജ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഒരിക്കലും എന്നെ ഒരു കാര്യത്തിന് പോരുതെന്ന് അവർ പറഞ്ഞില്ല. ഇഫ് ദാറ്റ്സ് യു വാണ്ട് ടു ഡു, ക്യാരി ഓൺ. ഇപ്പം നിനക്ക് അതാണ് ചെയ്യേണ്ടതെങ്കിൽ നീ ക്യാരി ഓൺ ചെയ്തോളൂ എന്നാണ് പറഞ്ഞിരുന്നത്. Kalpana's first space mission in the Space Shuttle Columbia was 15 days, 16 hours and 34 minutes long. ആദ്യത്തെ സ്പേസ് മിഷൻ എന്ന് പറയുന്നത് വിജയകരമായ സ്പേസ് മിഷൻ ആയിരുന്നു. അത് 15 ദിവസം 16 മണിക്കൂർ 34 മിനിറ്റുകൾ നീണ്ട ഒരു യാത്രയായിരുന്നു. ഡ്യൂറിങ് ദിസ് ടൈം ഷി വെൻറ്റ് അറൗണ്ട് എർത്ത് 252 times, traveling 10.45 million kilometers. 10.45 മില്യൺ കിലോമീറ്ററുകൾ ട്രാവൽ ചെയ്ത് 252 പ്രാവശ്യം എർത്തിനെ ചുറ്റിയിട്ടാണ് അവൾ ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തത്. ദ ക്രൂ ഇൻക്ലൂഡഡ് എ ജാപ്പനീസ് ആൻഡ് എൻ ഉക്രൈനിയൻ ആസ്ട്രോനോട്ട്. ജാപ്പനീസുകാരനെയും ഉക്രൈനിയൻ ആയിട്ടുള്ള ഒരു ആളെയും ഈ ഒരു ആസ്ട്രോനോട്ട്സിനെ ഈ ഒരു ക്രൂവിൽ ഇൻക്ലൂഡ് ആയിരുന്നു. ഇന്ത്യക്കാരി അല്ലാതെ ജാപ്പനീസ് ആൻഡ് ഉക്രൈനിയൻ ആസ്ട്രോനോട്ട് were there. The crew performed experiments such as pollinating plants to observe food growth in space. ഈ പ്ലാന്റ്സ് ഒക്കെ വളർത്ത് നോക്കി, കാരണം ഫുഡ് ഗ്രോത്ത് എങ്ങനെയാണ് സ്പേസിലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആൻഡ് ടെസ്റ്റ് ഫോർ മേക്കിംഗ്
സ്ട്രോങ്ങർ മെറ്റൽസ് ആൻഡ് ഫാസ്റ്റർ കമ്പ്യൂട്ടർ ചിപ്സ്. സ്ട്രോങ്ങർ ആയിട്ടുള്ള മെറ്റൽസും ഫാസ്റ്റർ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ചിപ്സും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഓൾ ഫോർ പ്രൈസ് ടാഗ് ഓഫ് അബൌട്ട് $56 million. $56 million ഈ ഒരു സംഭവങ്ങളെല്ലാം നടന്നിരുന്നത്. ഓക്കെ. 6-1 on the Saturday night when the news about Columbia disaster broke. ഈ ഒരു കൊളംബിയ ദുരന്തത്തെക്കുറിച്ചുള്ള ഡിസാസ്റ്ററിനെ കുറിച്ചുള്ള വാർത്ത വന്നപ്പോഴത്തേക്കും there was a shock and disbelief. അവർക്ക് ഇപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. The town of Kernel spent a sleepless night as thousands of households stayed glued to the television sets in the hope that Kalpana and the crew had somehow survived. ഈ കർണറിലുള്ളവർക്ക് അതൊരു ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. തൗസൻഡ്സ് ഓഫ് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് എന്താണ്? വീട്ടിലുള്ള എല്ലാവരും അവരുടെ ടി വി സെറ്റ്സിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. കൽപ്പനയും അവരുടെ ടീമും എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിച്ച്. പക്ഷേ ജേർണലിസ്റ്റ് പത്രപ്രവർത്തകൻ എഴുതിയത് ഇങ്ങനെയായിരുന്നു: ഷി വാസ് എ ഹീറോയിൻ. ഇറ്റ് ടേക്സ് ഇനോർമസ് എബിലിറ്റീസ് ടു ബിക്കം ആൻ ആസ്ട്രോനോട്ട്. യു നീഡ് to know a lot about everything from biology to astrophysics to aeronautical engineering. In this age of super specialization, you must have encyclopedic knowledge to become an astronaut. Her achievement is inspiring. അവളൊരു ഹീറോയിൻ തന്നെയായിരുന്നു. ഇതെന്ന് പറയുന്നത് ഒത്തിരി എബിലിറ്റി എടുക്കും ഒരു ആസ്ട്രോനോട്ട് ആവാൻ വേണ്ടി. നമുക്ക് എല്ലാത്തിനെയും കുറിച്ചും അറിവ് വേണം. ഫ്രം ബയോളജിയിൽ നിന്ന് ആസ്ട്രോഫിസിക്സിലേക്കും ആസ്ട്രോഫിസിക്സിൽ നിന്ന് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിലേക്കും ഒക്കെ നമുക്ക് ഒത്തിരി അറിവ് വേണം. ഇൻ ദ ഏജ് ഓഫ് സൂപ്പർ സ്പെഷ്യലൈസേഷൻ, ഈ ഒരു സൂപ്പർ സ്പെഷ്യലൈസേഷൻ ഏജിൽ യു മസ്റ്റ് ഹാവ് എൻസൈക്ലോപീഡിക് നോളജ്. എൻസൈക്ലോപീഡിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ നോളജും ഉണ്ടായിരിക്കണം. ഹർ അച്ചീവ്മെൻറ്റ് ഇസ് ഇൻസ്പയറിങ്. ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് അവളുടെ അച്ചീവ്മെൻറ്റ്സ്. സോ page number 50. For millions of young Indians, the story of Kalpana Chawla, a girl from a small town who touched the skies. Millions of young Indians, കുഞ്ഞു പിള്ളേർക്ക് വരെ അവളുടെ ആ ഒരു സ്റ്റോറി ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. എ ഗേൾ ഫ്രം എ സ്മോൾ ടൗൺ ഹു ടച്ച് ദ സ്കൈസ്. ഓക്കെ. ഒരു കുഞ്ഞു ടൗണിൽ നിന്ന് വന്ന ഈ പെൺകുട്ടി അവൾ ആകാശം തൊടുകയാണ്. അത് how much inspiring will be. Had become an inspiration. The Kalpana Chawla's this all become an inspiration for them. ഇതെല്ലാം ഈ കൽപ്പന ചൗള ചെയ്തതെല്ലാം ഈ ഒരു യങ് ഇന്ത്യൻ ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക് വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു. In a message that she sent abroad from the space shuttle Columbia. സ്പേസ് ഷട്ടിൽ കൊളംബിയയിൽ നിന്ന് അവൾ അയച്ചൊരു മെസ്സേജിൽ പറയുന്നുണ്ടായിരുന്നു ടു സ്റ്റുഡൻസ് ഓഫ് എ കോളേജ് ഇൻ ചണ്ഡീഗഡ്. അവൾ പഠിച്ച ചണ്ഡീഗഡിലെ കോളേജിലെ സ്റ്റുഡൻസിനോടായിരുന്നു. ഓക്കെ. Kalpana said, the path from dreams to success does exist. May you have the vision to find it and the courage to get onto it. Wishing you a great journey. There will surely be many who start off on this journey to fulfill their dreams. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ആഗ്രഹങ്ങളിലേക്കുള്ള വഴി എപ്പോഴും തെളിഞ്ഞു കിടക്കാണ്. ഡ്രീംസ് ടു സക്സസ് ഡസ് എക്സിസ്റ്റ്. എപ്പോഴും അത് തെളിഞ്ഞു കിടക്കാനാണ്. യു മേ ഹാവ് ദ വിഷൻ ടു ഫൈൻഡ് ഇറ്റ്. ആ ഒരു വഴി കണ്ടുപിടിക്കാനുള്ളത് നിങ്ങൾക്ക് ആ ഒരു കാഴ്ച കിട്ടണമെന്നും ആൻഡ് ദ കറേജ് ടു ഗെറ്റ് ഓൺ ടു ഇറ്റ്. ആ ഒരു കറേജ്, ആ ഒരു ധൈര്യം, അതിലേക്ക് ചെന്നെത്താനുള്ള ധൈര്യം വേണമെന്നും. വിഷിങ് യു എ ഗ്രേറ്റ് ജേർണി. നിങ്ങളെല്ലാവരും ഞാൻ ഗ്രേറ്റ് ജേർണി, ആ ഒരു പാത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കട്ടെ എന്ന് പറഞ്ഞ് ഗ്രേറ്റ് ജേർണി വിഷ് ചെയ്യാണ്. ദ വിഷ്വലി ബി മെനി ഹു സ്റ്റാർട്ട് ഓഫ് ഓൺ ദിസ് ജേർണി ടു ഫുൾഫിൽ ദർ ഡ്രീംസ്. അവരുടെ ഈ ഒരു ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്ത ഒത്തിരി പേരുണ്ടായിരിക്കാം. സോ വിഷിങ് യു എ ഗ്രേറ്റ് ജേർണി. നല്ലൊരു ജേർണി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു എന്നായിരുന്നു കൽപ്പന ചൗള ഇവരോട് പറഞ്ഞിരുന്നത്. ഓക്കെ. Adapted from Span January or February 1998. I think you all understood the chapter very well. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. സോ താങ്ക് യു.